ഹായ്. ഇന്ന് ഇപ്പം നിറച്ചും പത്രവാർത്തകളാണെങ്കിലും ടി വിയിലാണെങ്കിലും ഇപ്പോൾ ഡി ഹണ്ടിൻ്റെ ബഹളാണല്ലേ. ഡി ഹണ്ട് എന്ന് പറയുമ്പോൾ അറിയാലോ നിങ്ങൾക്കൊക്കെ, ഡ്രഗ്സിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് തന്നെ നമ്മുടെ കൂടെ ഇപ്പം ഉണ്ട്. മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചും കൂടി ശക്തമായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഈ കുട്ടികൾ ഇത്രയും ചെറുപ്പത്തിൽ ജീവിതത്തിനോട് അഭിനിവേശവും സ്നേഹവും ലൈഫിനെ എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോവാം, വരുമാനങ്ങൾ ഉണ്ടാക്കാം, ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ ഒരു പ്രായത്തിൽ ചിലപ്പോൾ പൈസയേക്കാൾ കൂടുതൽ ആ കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടാവുക എൻ്റെ കരിയർ, ഒരു പവർ, അങ്ങനെയുള്ള ആഗ്രഹങ്ങളായിരിക്കാം കുട്ടികൾക്ക് ഉണ്ടാവുക. ചിലർക്ക് പൈസ തന്നെ ആയിരിക്കാം, വീട്ടിൽ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ പഠിച്ച നല്ല വലിയൊരാളായിട്ട് എൻ്റെ പാരൻസിനെ നോക്കണം എന്നുള്ള ഒരു മനോഭാവത്തിൽ നിന്ന് എങ്ങനെയാണ് കുട്ടികൾ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി മുന്നോട്ട് പോയാൽ മതി, എത്രയും എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് മാറുന്നതെന്ന് നമുക്കൊന്നും അറിയില്ല. അവിടെയാണ് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യം. തുടക്കത്തിൽ ചെറിയ ചെറിയ കളവുകളും നുണപറച്ചിലുകളും കുറ്റങ്ങളും കുടുംബമായിട്ടുള്ള അകൽച്ചകളും കുട്ടികളെ ഏതൊക്കെ രീതിയിലേക്കാണ് എത്തിക്കണമെന്ന് നമുക്ക് പേടിയാവും. പണ്ട് കാലത്ത് സിഗരറ്റ് വലിക്കുന്നതിൻ്റെ അപകടമാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് പിന്നീട് മദ്യത്തിനോടായി. ഇപ്പം മദ്യം പോയിട്ട് എൻ്റെ കുട്ടികൾ മയക്കുമരുന്നിൽ ചെന്ന് പെടാഞ്ഞാൽ മതി എന്ന് പറയുന്ന പാരൻസ് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം പല കുട്ടികൾക്കും റിജക്ഷൻ, വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന പ്രശ്നങ്ങൾ, സ്കൂളിൽ നിന്ന് കിട്ടുന്ന പ്രശ്നങ്ങൾ, ഒരു മാറ്റി നിർത്തപ്പെടലുകൾ. ഇപ്പൊ പഠന ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ കാര്യമാണെങ്കിൽ പ്രത്യേകിച്ചും അങ്ങനെ ഇഷ്യൂസ് കാണാറുണ്ട്. കാരണം അവരെ അംഗീകരിക്കുന്ന ഒരു ലോകം അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെ അംഗീകരിക്കുന്ന ഒരു ലോകം കാണുമ്പോൾ അവിടേക്ക് ചെന്ന് പെടാനുള്ളൊരു താല്പര്യം, അവിടെ ചെറിയ ചെറിയ തെറ്റുകൾക്ക് ചെയ്യാനുള്ള ബോധമില്ലാണ്ട് കിട്ടുന്ന പൈസ, അത് ഉപയോഗിക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു സന്തോഷം. ഇപ്പോൾ ഒരു അഡോളസെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരെ തന്നെ കണ്ടെത്തേണ്ട പ്രായമായിരിക്കും. ഇന്നിപ്പോൾ അഡോളസെന്റിന്റെ കയ്യിൽ മാത്രമല്ല ഇത്തരം മയക്കുമരുന്നുകളുള്ളൂ എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമുക്ക് ഭീതിദായകമാണ്. 7ഉം 8ലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വരെ ഇതിന്റെ ചെറിയ ഉപഭോക്താക്കളായി മാറുന്നു എന്നും അവര് വഴി സാധനങ്ങൾ വിൽക്കുന്നു എന്നും ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇത് നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണ് ഇവരില് കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് ക്യൂരിയോസിറ്റി ഉള്ളവരാണ്. എന്താണെന്ന് അറിയാനുള്ള അവരുടെ ഒരു ആങ്സൈറ്റി ഉണ്ട്. ഇപ്പൊ ചെറുതിലാണെങ്കിൽ നമ്മുടെ അടുത്ത് ഒരുപാട് സംശയം ചോദിച്ച് നമ്മുടെ പുറകെ നടക്കുന്ന നമ്മുടെ മക്കളോട് നമ്മൾ ആദ്യം കുറെ കഴിയുമ്പോൾ നമ്മൾ പറയും, നീ മതി, ഇത് ഏത് നേരം നിനക്ക് സംശയം, ഇത് എന്തൊരു കഷ്ടമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അവരെ മാറ്റും. അതിന് കാരണം നമ്മുടെ തിരക്കുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസിനോട് വരുന്ന കുറെ കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫെഡപ്പ് ആൻഡ് ഫ്രസ്ട്രേഷൻസ് ആയിരിക്കാം. നമുക്ക് അറിയില്ല എന്താണ് കൃത്യമായിട്ടുള്ളൊരു റീസണിങ്. പക്ഷെ അവിടെ കുട്ടികൾക്ക് കിട്ടുന്ന പല റിജക്ഷൻസ് ഈ കുട്ടികൾക്ക് എന്താണ് ഇതിന്റെ പുറകിലുള്ളത്, അല്ലെങ്കിൽ ഇത് ചെയ്താൽ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വഴി വീട്ടിൽ നിന്നില്ലാണ്ടാവുകയാണ്. ഇതിന്റെ നെഗറ്റീവ്സും കേൾക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് അഡോളസെന്റ് അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞാൽ സൗഹൃദം എന്ന് പറയുന്നവരാണ് ഏറ്റവും വലുത്. ആ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവര് പറയുന്ന കാര്യം, നമ്മൾ വേറൊരു ലെവലാവും, വേറൊരു ലോകത്തെത്തും. പിന്നുള്ള സീനൊക്കെ ഭയങ്കര രസമുള്ള സീനാണ്, ഡാർക്ക് വൈബ് പോകുന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടികളിൽ ഉണ്ടാവുന്ന ചില ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആങ്സൈറ്റി ഇവരെ ഇതൊന്നും ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നു. പൊതുവെ തന്നെ നിയമം അനുസരിക്കാൻ താല്പര്യമില്ല, ഉപദേശങ്ങൾ താല്പര്യമില്ലാത്തവരാണ് നമ്മുടെ മക്കള്, നമ്മളടങ്ങുന്ന നമ്മളുടെ മക്കള്. നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്നുള്ളത് ആദ്യം ആലോചിക്കണം. പക്ഷെ ഈ ചെറിയത് നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഭീകരമായ അവസ്ഥയാണ് ഈ പറയുന്ന ലോകത്തേക്ക് ഉള്ള കുട്ടികളുടെ നടത്തം എന്ന് മനസ്സിലാക്കുക. അപ്പൊ ആദ്യമായിട്ട് നമ്മളുടെ അടുത്ത് ഇനിയുള്ള കുട്ടികളെങ്കിലും നമ്മളുടെ അടുത്ത് സംശയങ്ങൾ ചോദിച്ചു വരികയും, ഇപ്പൊ ഒരു കുട്ടിയുടെ അടുത്ത് നീ അതൊന്നും ഉപയോഗിക്കരുത് കേട്ടോ, എൻ്റെ മകൻ വഴി വെട്ടി പോകരുത്, ഇങ്ങനെയൊക്കെ പറയുന്നതിന് പകരം നമുക്ക് അതിൻ്റെ ദൂഷ്യഫലങ്ങളും അത് മറ്റുള്ളവരെ എങ്ങനെയാണ് നമ്മളെ കൊണ്ട് ഉപയോഗിപ്പിക്കുക എന്നുള്ളതും അത് ഭാവിയിൽ എന്തൊക്കെ ദോഷങ്ങൾ ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് കൂടെ പറയാനും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാനും അത്തരം സെന്ററുകളാണെങ്കിലും മനസ്സിലാവുമ്പോൾ കുട്ടികൾക്ക് തന്നെ കുറെ കഴിഞ്ഞാൽ ഇതിനോടൊരു ഭയം ഉണ്ടാവും. അപ്പോഴേ അവരെ മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് രഹസ്യമായിട്ട് ആരും അറിയാതെ പിന്നെയും ഈ വേട്ടകൾ തുടരും. ഞാൻ 1-2 ന്യൂസുകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഒരു കൊല്ലം മുമ്പ് കഞ്ചാവ് കൂടുതൽ അളവിൽ വിൽക്കുന്നതിനെ പിടിച്ച ഒരു പെൺകുട്ടിയെ കണ്ടു. ആ കുട്ടി ഇപ്പൊ MDMA ആണ് വിൽക്കുന്നത്. ഇത് ശരിക്കും ഒരു പാത്താണല്ലേ. ഞാനൊരു വെബ് സീരീസ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ വെബ് സീരീസിലും ഇത് തന്നെയാണ് കാണിക്കുന്നത്. അതായത് ഒരു ഡബ്ബ വിൽക്കുന്ന ഒരു സ്ത്രീയുടെ കഥയാണ്. അതിൽ അവരെ സഹായിക്കാൻ വരുന്ന പണിക്കാരത്തി അവരുടെ കാമുകന്റെ അടുത്ത് പോവുകയും ആ കാമുകന്റെ അടുത്ത് പോകുമ്പോൾ
ഉണ്ടാവുന്ന ഒരു അവർ തമ്മിലുള്ള ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ള ഒരു വീഡിയോ പുറത്ത് ലീക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് അവളെ കൊണ്ട് ഈ പറയുന്ന മയക്കുമരുന്ന് വിൽപ്പിക്കുന്നത്. പിന്നീട് കിട്ടുന്ന പൈസ ഇവർക്കൊക്കെ ആവശ്യമായിട്ട് വരണം. എല്ലാവർക്കും വീട്ടിൽ ആവശ്യങ്ങളുണ്ട്. അങ്ങനെ ഇവർ ചെന്ന് എത്തപ്പെടുന്ന ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചും ഒക്കെയാണ് ആ വീഡിയോ കാണിക്കുന്നത്. അപ്പം എനിക്ക് തോന്നി ശരിയാണ്, നമ്മുടെ എല്ലാവർക്കും നീഡ് വരുമ്പോൾ, എമർജൻസി വരുമ്പോൾ ചെന്ന് പെടുന്ന എന്തൊക്കെ ഭാഗങ്ങളാണെന്ന് നമുക്ക് പോലും അറിയില്ല. അവിടെയാണ് നമുക്ക് നമ്മളുടെ കുട്ടികളെ കരിയർ പറയേണ്ടത്. അപ്പോൾ ഇതൊരു ആദ്യത്തെ വീഡിയോ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇതിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട്. ആ പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കിത് വിൽക്കുന്നവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ മക്കളെ നമുക്ക് ഇന്ന് രക്ഷിച്ചെടുത്തേ പറ്റൂ.